പോയ ഉടനെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുമെന്ന് യേശു കർത്താവ് പറഞ്ഞു. ആ വാഗ്ദത്തമാണ് നമുക്ക് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനായി കൂടെ ഇരുന്ന് കരം പിടിച്ച് വഴി നടത്തും, നമുക്ക് വേണ്ടത് ഉപദേശിച്ചു തരും, നമുക്ക് എല്ലാറ്റിനും എല്ലാമായി കൂടെ ഇരിക്കും. പരിശുദ്ധാത്മാവ് കാര്യസ്ഥനാണ്, ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നു. അതേ സ്തോത്രം, നമുക്ക് വേണ്ടി ഒരു ആശ്വാസപ്രദൻ എന്ന് പറയുന്നു. ചൂടേറിയ അനുഭവം വരുമ്പോൾ ആശ്വാസം നൽകുവാൻ, നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ അതിനൊരു കാര്യസ്ഥനായി നിൽപ്പാൻ, ഈ ലോകത്തിൽ ആമേൻ ഒരു കൂട്ടായി നമ്മോട് കൂടെ നിൽപ്പാൻ, എപ്പോഴും പരിശുദ്ധാത്മാവിൽ നമുക്ക് നടക്കുവാൻ കഴിയേണ്ടതിന് പരിശുദ്ധാത്മാവിൽ നടക്കുക മാത്രമല്ല, പരിശുദ്ധാത്മാവിന് 9 വിധ കൃപാവരങ്ങളുണ്ട്. ആ കൃപാവരങ്ങൾ നമ്മളിലൂടെ വെളിപ്പെട്ട് ക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ, ആ ശക്തി ലഭിപ്പാൻ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം. അത് യേശു പറഞ്ഞു, ഞാൻ പോയോടനെ അയച്ചു തരാം. ആമേൻ. കഴിഞ്ഞ 3.5 വർഷം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പലതുണ്ട്, അത് ഞാൻ ചെയ്തു. യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന പല കാര്യങ്ങളിലും ആമേൻ സ്തോത്രം, ആമേൻ ശിഷ്യന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് യേശു ചെയ്തിട്ട് പറഞ്ഞു, അല്പവിശ്വാസികളെ എന്ന് ശിഷ്യന്മാരെ ശാസിച്ചു. പക്ഷേ ഇതുവരെക്കും കഴിഞ്ഞ 3.5 വർഷം ഞാൻ കൂടെ ഇരുന്നു, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഞാൻ ചെയ്തുവെങ്കിൽ ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. ഈ പരിശുദ്ധാത്മാവിനാണ് 9 കൃപാവരങ്ങൾ. അതിൽ അത്ഭുതത്തിന്റെ വരമുണ്ട്, അത് വിശ്വാസത്തിന്റെ വരമുണ്ട്, അത് രോഗശാന്തിയുടെ വരമുണ്ട്. ഞാൻ ചെയ്യേണ്ടതെല്ലാം അവൻ ചെയ്യും.